ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തിരുവാതിരയ്ക്കൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഇതിനെ കൂവ കുറുക്കെന്നും അതേപോലെ തന്നെ കൂവ വിരകിയതെന്നും കൂവ പായസം എന്നൊക്കെ പല നാട്ടിലും പലതരത്തിൽ പറഞ്ഞു പോരുന്നുണ്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂവപ്പൊടി 50 ഗ്രാം, അതല്ലെങ്കിൽ ഒരു 7-8 ടേബിൾ സ്പൂൺ നിങ്ങൾ അളന്നെടുത്താൽ മതിയാവും. ഗ്ലാസ് അളവ് പറയുകയാണെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ്സിൽ 3/4 ഭാഗം എടുക്കുക. ഈ കൂവപ്പൊടി നമുക്ക് ടിൻഡായിട്ടും വാങ്ങാൻ കിട്ടും, അതല്ലാതെ സാധാരണ ഫ്ലോറൊക്കെ കിട്ടുന്നത് പോലെ തന്നെ ലൂസായിട്ടും കിട്ടും. ശർക്കര ഗ്രേറ്റ് ചെയ്തത് 130 ഗ്രാം, അതായത് ഒരു 4 അച്ച് ശർക്കര. അതല്ലെങ്കിൽ ഈ ഒരു സെയിം ഗ്ലാസ് നിറയെ ശർക്കര ഗ്രേറ്റ് ചെയ്തത് എടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങ, നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെ വേണം. പിന്നെ ചെറിയ പഴം, ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ കൂവ വിരകിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഈ കൂവപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഇതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൂവപ്പൊടി എപ്പോഴും അടിയിലിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ചില കൂവപ്പൊടി ഇങ്ങനെ കലക്കി വെച്ചിരുന്നാൽ അതിന് മേലെ ചെറിയ പൊടികളും തരികളും ഒക്കെ വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ആവശ്യമാണ്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. ശർക്കര ഗ്രേറ്റ് ചെയ്തത് ഏകദേശം ഈ ഒരു ഗ്ലാസ് നിറയെ വരും, അതിൻ്റെ ഡബിളാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു അളവിൽ വരുമ്പോൾ വളരെ ചെറിയൊരു മധുരമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു അച്ച് ശർക്കര കൂടി എക്സ്ട്രാ ഇട്ടാൽ മതി. ഈ ശർക്കര കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ മതി. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരമെങ്കിലും ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കൊടുക്കുക. ഇതങ്ങനെ ഒരുപാട് കുറുകി വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ശർക്കരയിലുള്ള ചെറിയ പൊടികളൊക്കെ ഇതിൻ്റെ മേലെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്കൊന്നും ഈ ചൂടിൽ ഒഴിക്കരുത്. ഒന്നെങ്കിൽ തണുത്തതിന് ശേഷം അരിക്കുക, അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് എങ്ങാനും ഒഴിച്ചിട്ട് അരിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ കൂവപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമേ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഈ കൂവപ്പൊടിയൊക്കെ എപ്പോഴും അടിയിൽ പോയി അടിഞ്ഞു കിടക്കും, അപ്പം പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും ചെയ്യും. സ്റ്റൗ ഓണാക്കി കഴിഞ്ഞാൽ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ കൂവപ്പൊടി 1-2 ടേബിൾ സ്പൂണ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് കുടിക്കുന്നതൊക്കെ ക്ഷീണം അകറ്റാൻ നല്ലതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലും വയറിളക്കം, ഛർദി അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് തിളയ്ക്കാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കുക. ഈ കൂവപ്പൊടി അവിടെയും ഇവിടെയും ഇങ്ങനെ പീസായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പതിയെ മിക്സ് ആയിക്കോളും, കുഴപ്പമില്ല. അപ്പം കുറച്ച് വെള്ളമുള്ള ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കണം. 2 ഭാഗമായിട്ട് ഒഴിച്ചാൽ മതി. അതിനനുസരിച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ സിമ്മിലേ ഇടാവൂ. ഇത് ഒഴിക്കുമ്പോൾ വീണ്ടും കൂവപ്പൊടി അവിടെയും ഇവിടെയൊക്കെ പീസായിട്ട് കാണാം, അത് അലിഞ്ഞോളും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇതൊന്ന് കുറുകി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ഗ്ലേസിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നാൽ നമ്മളുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികമായി പോകരുത്, ഒരു പിഞ്ച് മാത്രമേ ചേർക്കാവൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പായസം പോലെ സെമി സോളിഡായിട്ട് എടുക്കാം, അതായത് കോരി കുടിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. ഇങ്ങനെയല്ല എങ്കിൽ ഇത് കുറച്ചധികം നേരം വരട്ടിയെടുത്തിട്ട് ഹലുവയുടെ പാകത്തിൽ കൂടി ആക്കിയെടുക്കാൻ പറ്റും. കൂവപ്പൊടിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഇപ്പം മാറിക്കിട്ടിയിട്ടുണ്ട്. എടുത്തു വെച്ച നെയ്യിൽ നിന്ന് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഡാർക്ക് കളർ ശർക്കരയാണെങ്കിൽ പായസത്തിന് നല്ല കളർ കിട്ടും. നമ്മുടെ പായസം കുറുകി വരുന്നുണ്ട്. ബാക്കി നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഹലുവയുടെ പരുവത്തിൽ മുറിച്ചെടുക്കുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം നേരം കൂടെ ഇത് പാനിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. എന്നിട്ട് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാനും പറ്റും. പക്ഷെ നമ്മളിപ്പം പായസം രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ രീതിയിലൊന്ന് കുറുകി കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്കൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ ഏലക്കായയുടെ പൊടിയോ വേറെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇതിനി കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാണ്. ഈ പായസം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തിരുവാതിര വ്രതം എടുക്കുന്നവരുണ്ടെങ്കിൽ ഇത്തവണത്തെ കൂവ വിരകിയത് അല്ലെങ്കിൽ കൂവ പായസം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായി കാണുന്നത് വരേക്കും ബൈ.